ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹം NVS-02 സാങ്കേതിക തകരാറിനെ തുടർന്ന് ലക്ഷ്യമിട്ട ഭ്രമണപഥത്തിലെത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതായി ISRO. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് അവസാനിക്കും. 30 സ്മാർട്ട് അംഗനവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. ദേശീയ ഗെയിംസ് വാട്ടർ പോളോയിൽ കേരളത്തിന്റെ പുരുഷ വനിതാ ടീമുകൾ സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ടിനെതിരായ അവസാന ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് കൂറ്റൻ ജയം. ഇംഗ്ലണ്ടിനെ തകർത്തത് 150 റൺസിന്. വാർത്തകൾ വിശദമായി. 2024 വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. JPC അധ്യക്ഷൻ ജഗദാംബിക പാലും BJP MP സഞ്ജയ് ജയ്സ്വാളും ചേർന്നാണ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. സംയുക്ത സമിതിക്ക് മുമ്പാകെ നൽകിയ തെളിവുകളുടെ രേഖയും മേശപ്പുറത്ത് വയ്ക്കും. റിപ്പോർട്ട് വ്യാഴാഴ്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് സമർപ്പിച്ചിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിലെ JPC കരട് റിപ്പോർട്ടും ഭേദഗതി വരുത്തിയ പുതുക്കിയ ബില്ലും പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജനക്കുറിപ്പോടെ ബുധനാഴ്ചയാണ് അംഗീകരിച്ചത്. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായനികുതി ഒഴിവാക്കിയതുൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനവും നികുതി സ്ലാബുകളിലെ പുനഃക്രമീകരണവും 90% വ്യക്തിഗത നികുതിദായകരെയും പുതിയ നികുതി വ്യവസ്ഥയിലേക്ക് ആകർഷിക്കുമെന്ന് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാൻ രവി അഗർവാൾ പറഞ്ഞു. പഴയ നികുതി രീതിയിൽ ലഭിച്ചിരുന്ന കിഴിവുകളോ ഒഴിവുകളോ പുതിയ രീതിയിൽ ഇല്ലാത്തതിനാൽ പുതിയ രീതിയിൽ കണക്കുകൂട്ടലുകൾ എളുപ്പമാണെന്ന് അദ്ദേഹം ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചു. ഇത് നികുതിദായകർക്ക് പ്രൊഫഷണൽ സഹായമില്ലാതെ തന്നെ ITR ഫയൽ ചെയ്യാൻ സൌകര്യമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബുധനാഴ്ച വിക്ഷേപിച്ച ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹം NVS-02 സാങ്കേതിക തകരാർ കണ്ടെത്തിയതായി ISRO അറിയിച്ചു. ഇതേ തുടർന്ന് ലക്ഷ്യമിട്ട ഭ്രമണപഥത്തിൽ ഉപഗ്രഹത്തെ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതായി ISRO വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഉപഗ്രഹത്തിലെ വാൽവുകൾ പ്രവർത്തിക്കാത്തതാണ് പരാജയത്തിനിടയാക്കിയതെന്ന് ISRO അറിയിച്ചു. 170 കിലോമീറ്റർ അടുത്ത ദൂരവും 37,000 കിലോമീറ്റർ അകന്ന ദൂരവുമുള്ള ഇലിപ്റ്റിക്കൽ ജിയോ സിൻക്രണൈസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ അഥവാ GTO ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹം ഇപ്പോൾ ഭൂമിയെ വലം വെക്കുന്നത്. ഈ ഭ്രമണപഥം നാവിഗേഷൻ സംവിധാനത്തിന് അനുയോജ്യമല്ല. ഉപഗ്രഹത്തിന്റെ പ്രവർത്തനം ശരിയായ നിലയിലാണെന്നും ഗ്രൌണ്ട് സ്റ്റേഷനുമായി ആശയവിനിമയം നടക്കുന്നുണ്ടെന്നും എന്നാൽ ഭ്രമണപഥം ഉയർത്താൻ സാധിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നും ISRO പറഞ്ഞു. ഉപഗ്രഹത്തെ പ്രവർത്തനക്ഷമമാക്കാൻ ബദൽ രീതികൾ ആവിഷ്കരിക്കുമെന്നും ബഹിരാകാശ ഏജൻസി അറിയിച്ചു. ജനുവരി 29-ന് GSLV Mk2 റോക്കറ്റ് വഴി ശ്രീഹരിക്കോട്ടയിലെ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് NVS-02 ഉപഗ്രഹം വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമത്തെ വിക്ഷേപണമായിരുന്നു ഇത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. BJPയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലെ ത്രികോണ മത്സരത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്. ഈ പാർട്ടികളുടെ നേതാക്കളും താരപ്രചാരകരും റോഡ് ഷോകളും വീടുകയറി പ്രചാരണങ്ങളും പൊതുയോഗങ്ങളുമായി പരമാവധി വോട്ടർമാരെ സ്വാധീനിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ്. 70-അംഗ നിയമസഭയിലേക്ക് മറ്റന്നാളാണ് വോട്ടെടുപ്പ്. 699 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. 1,56,00,000 വോട്ടർമാർ ഇവരുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കും. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. മുനമ്പത്ത് വർഷങ്ങളായി താമസിക്കുന്ന ജനങ്ങളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് പരിശോധിക്കാനാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി P. രാജീവ് വ്യക്തമാക്കി. ഇത് പരിശോധിക്കാൻ ഗവൺമെന്റിന് അവകാശമുണ്ടെന്നാണ് കരുതുന്നതെന്ന് അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ കോടതി തന്നെ പെട്ടെന്ന് തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജീവ് അറിയിച്ചു. KSRTCയിൽ ഒരു വിഭാഗം ജീവനക്കാർ ഇന്ന് അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ പണിമുടക്കും. INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷനാണ് നാളെ അർദ്ധരാത്രി വരെ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, 31% DA കുടിശ്ശിക അനുവദിക്കുക, ദേശസാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണ കരാറിന്റെ ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അതേസമയം പണിമുടക്കിന് ഡയസ്നോൺ പ്രഖ്യാപിച്ച് KSRTC CMD സർക്കുലർ പുറത്തിറക്കി. ആലുവയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണ് 5 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ആലുവ 4-ാം മൈൽ വ്യവസായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഐസ്ക്രീം നിർമ്മാണശാലയുടെ ഉടമസ്ഥയിലെ കെട്ടിടമാണ് തകർന്നു വീണത്. അപകട സമയത്ത് 10 തൊഴിലാളികളാണ് ജോലിയിലുണ്ടായിരുന്നത്. കെട്ടിടം തകർന്നു കുടുങ്ങിയ തൊഴിലാളികളെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്.
30 സ്മാർട്ട് അംഗനവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 11-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഓൺലൈനായി നിർവഹിക്കും. അതത് സ്മാർട്ട് അംഗനവാടികളിലെ ഉദ്ഘാടന ചടങ്ങുകളിൽ മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ പങ്കെടുക്കും. അംഗനവാടികളിലെത്തുന്ന കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ വികസനത്തിന് ശിശു സൌഹൃദപരമാക്കുന്നതിന്റെ ഭാഗമായാണ് അംഗനവാടികളെ സ്മാർട്ട് അംഗനവാടികളാക്കിയതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇതോടെ 117 സ്മാർട്ട് അംഗനവാടികൾ സ്മാർട്ടായെന്നും 72 അംഗനവാടികളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. 250 കോടി രൂപ ചെലവിൽ കോഴിക്കോട് ചെറുവണ്ണൂരിലും വട്ടക്കിണറിലും നിർമ്മിക്കുന്ന മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി ഈ വർഷം തന്നെ ആരംഭിക്കുമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് അറിയിച്ചു. ബേപ്പൂർ മണ്ഡലത്തിൽ MLA-യുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ അരക്കിണർ റെയിൽവേ ലൈൻ ലിങ്ക് റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി മറ്റു പ്രദേശങ്ങളിലേതുപോലെ ആധുനിക സൌകര്യങ്ങൾ നാട്ടിൻപുറങ്ങളിലും ലഭ്യമാക്കണമെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് നന്മണ്ട ഗ്രാമപഞ്ചായത്തിലെ നന്മണ്ട തിരുവാലിൽ ഞോരക്കുളം റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൌൺസിൽ അംഗവും മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ ചരിത്ര വിഭാഗം മേധാവിയുമായ പ്രൊഫസർ PT ഹരിദാസ് കോഴിക്കോട് മാങ്കാവിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 75 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചകഴിഞ്ഞ് മാങ്കാവ് ശ്മശാനത്തിൽ നടക്കും. കണ്ണൂർ ജില്ലാ കുടുംബശ്രീ മിഷനും നബാർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഭക്ഷ്യമേള ശ്രദ്ധേയമാവുന്നു. ഈ മാസം 9 വരെയാണ് മേള. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പയ്യാമ്പലം ബീച്ചിലാണ് 8 ദിവസം നീണ്ടു നിൽക്കുന്ന കഫേ കുടുംബശ്രീ ഭക്ഷ്യമേള നടക്കുന്നത്. അട്ടപ്പാടിയിലെ വനസുന്ദരി ചിക്കൻ, മുളേരി പായസം, ഊരുകാപ്പി എന്നിവയ്ക്ക് പുറമെ നാടൻ വിഭവങ്ങളും ഉത്തരേന്ത്യൻ വിഭവങ്ങളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബശ്രീ സ്റ്റാളുകൾക്ക് പുറമെ മലപ്പുറത്തു നിന്നുള്ള സ്റ്റാളുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ കൌശല യോജന, യുവകേരളം, സാഗർമാല പദ്ധതി എന്നിവയുടെ ഭാഗമായി ജില്ലയ്ക്കകത്തും പുറത്തും പഠനം പൂർത്തിയാക്കിയവരുടെ സംഗമവും ഇന്നലെ നടന്നു. മേള മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഉത്തരാഖണ്ഡിൽ 38ാമത് ദേശീയ ഗെയിംസിൽ വാട്ടർ പോളോയിൽ കേരളത്തിന്റെ പുരുഷ വനിതാ ടീമുകൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷന്മാർ സർവീസസിനെയും വനിതകൾ ബംഗാളിനെയും ഇന്ന് സെമിയിൽ നേരിടും. നീന്തലിൽ സജൻ പ്രകാശും ഹർഷിത ജയറാമും മെഡൽ പ്രതീക്ഷയുമായി ഇന്നിറങ്ങും. ഷൂട്ടിംഗ് ഫൈനലിൽ വിദർശ വിനോദും ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷ ഫുട്ബോളിൽ കേരളം ഇന്ന് സർവീസസിനെ നേരിടും. 6 സ്വർണവും 3 വെള്ളിയും 4 വെങ്കലവുമായി ഗെയിംസിൽ 10ാം സ്ഥാനത്താണ് കേരളം. 17 സ്വർണം ഉൾപ്പെടെ 33 മെഡലുകളുമായി സർവീസസാണ് ഒന്നാമത്. ഇംഗ്ലണ്ടിനെതിരായ 5ാമത്തെയും അവസാനത്തെയും ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ ജയം. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ 150 റൺസിന് ഇംഗ്ലണ്ടിനെ തകർത്ത ഇന്ത്യ പരമ്പര 4-1 സ്വന്തമാക്കി. ഇന്ത്യ നിശ്ചയിച്ച 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 10.3 ഓവറിൽ 97 റൺസിന് പുറത്തായി. 54 പന്തിൽ നിന്ന് 135 റൺസ് അടിച്ചെടുത്ത ഇന്ത്യയുടെ അഭിഷേക് ശർമ്മയാണ് കളിയിലെ താരം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം വ്യാഴാഴ്ചയാണ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരളയ്ക്ക് ജയം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ 2-3 ഗോളുകൾക്കാണ് ഗോകുലം കേരള പരാജയപ്പെടുത്തിയത്. വെള്ളിയാഴ്ച ചെന്നൈയിൽ സേതു ഫുട്ബോൾ ക്ലബിനെതിരെയാണ് ഗോകുലത്തിന്റെ ലീഗിലെ അടുത്ത മത്സരം. കോഴിക്കോട് സമാപിച്ച ആരോഗ്യ സർവകലാശാല ഇന്റർസോൺ പുരുഷ വിഭാഗം ക്രിക്കറ്റ് ടൂർണമെന്റിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചാമ്പ്യന്മാരായി. ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് 2ഉം കരുണ മെഡിക്കൽ കോളേജ് 3ഉം സ്ഥാനം നേടി. തിരുവനന്തപുരത്ത് നടന്ന വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിലും കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ചാമ്പ്യന്മാരായത്. കരുണ മെഡിക്കൽ കോളേജ് 2ാം സ്ഥാനവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജംഷഡ്പൂരിൽ ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ FC ഗോവയെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 7:00 ഒഡീഷ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. ഇടതുപക്ഷമെന്ന മേലങ്കി അണിഞ്ഞു നടക്കുന്നവർ ഒരിക്കലും ബ്രൂവറിക്ക് അനുകൂലമായ തീരുമാനമെടുക്കരുതെന്ന് KK രമ MLA പറഞ്ഞു. പ്ലാച്ചിമട സമരനായിക മൈലമ്മ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പാലക്കാട് തന്നെ ബ്രൂവറി തുടങ്ങുന്നതിന് പിന്നിൽ ചില പ്രത്യേക അജണ്ടകളുണ്ടെന്നും KK രമ ആരോപിച്ചു. തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമയ്ക്ക് KK രമ മൈലമ്മ പുരസ്കാരം സമ്മാനിച്ചു. മാതൃഭൂമി ചെയർമാൻ PV ചന്ദ്രൻ പ്രശസ്തിപത്രം കൈമാറി. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരിയുടെ അമ്മ ശ്രീധുവിനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ നേരത്തെ ശ്രീധുവിനെതിരെ കേസെടുത്തിരുന്നു. ദേവസ്വം ബോർഡിൽ ഉന്നത ഉദ്യോഗസ്ഥയെന്ന് പറഞ്ഞായിരുന്നു ശ്രീധു സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. എന്നാൽ ദേവസ്വം ബോർഡിൽ കരാർ അടിസ്ഥാനത്തിൽ പോലും ശ്രീധു ജോലി ചെയ്തിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ലോക നീർത്തട ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഏഷ്യൻ നീർത്തട പക്ഷികളുടെ സർവേ സമാപിച്ചു. ഉത്തരമേഖലാ സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, കോഴിക്കോട് ബേഡേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സർവേ സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും.
വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ച സംയുക്ത പാർലമെന്റ് സമിതി റിപ്പോർട്ട് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യയുടെ ഗതിനിർണ്ണയ ഉപഗ്രഹം NVS-02 സാങ്കേതിക തകരാറിനെ തുടർന്ന് ലക്ഷ്യമിട്ട ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടതായി ISRO. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം വൈകിട്ട് അവസാനിക്കും. 30 സ്മാർട്ട് അംഗനവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. ദേശീയ ഗെയിംസ് വാട്ടർ പോളോയിൽ കേരളത്തിന്റെ പുരുഷ വനിതാ ടീമുകൾ സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ടിനെതിരായ അവസാന ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ ജയം. ഇംഗ്ലണ്ടിനെ തകർത്തത് 150 റൺസിന്.